നമ്മുടെ നാട്ടിലെ കുറ്റവാളികളുടെ എണ്ണം കൂടുകയാണോ എന്ന് സംശയം വരാൻ ഒരു കാരണം സംസ്ഥാനത്തെ ജയിലുകൾ തിങ്ങി നിറയുന്നു. സെൻട്രൽ ജയിലുകളിൽ കഴിയുന്നത് അനുവദിച്ചതിനേക്കാളും ഇരട്ടി തടവുകാർ. ഏറ്റവും കൂടുതൽ തടവുകാരുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. 727 പേരെ പാർപ്പിക്കാൻ അനുമതിയുള്ള ജയിലിൽ ഇപ്പോൾ 1600 അന്തേവാസികൾ. 24 ബ്രേക്കിംഗ് റിനു ശ്രീധർ ചേരുന്നു വിവരങ്ങളുമായി. റിനു, ഈ ജയിലിലേക്കുള്ള പ്രവാഹം കൂടിയത് നാട്ടിൽ കുറ്റകൃത്യങ്ങൾ പെരുകിയതുകൊണ്ടാണോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിന് മുന്നിലാണ്. സംസ്ഥാനത്ത് നമുക്ക് 57 ജയിലുകളാണുള്ളത്. ഇതിൽ 4 സെൻട്രൽ ജയിലുകളിൽ 4 സെൻട്രൽ ജയിലുകളുടെയും കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭ്യമാണ്. അവിടെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന തടവുകാരേക്കാൾ ഇരട്ടിയിലധികം തടവുകാർ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംസ്ഥാനത്ത് കുറ്റവാളികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ജയിലുകളിലൊന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഒരു ചോദ്യം ഉയരും, ഇവരെല്ലാം തന്നെ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടവരല്ലേ, പിന്നെന്തിനീ സൗകര്യങ്ങൾ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യാവകാശപരമായിട്ടുള്ള വലിയ ലംഘനമാണ് ജയിലുകളിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് ഓരോ ജയിലുകളുടെയും കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഏറ്റവും കൂടുതൽ തടവുകാരുള്ളത്. 727 പേർക്കാണ് ഇവിടെ സൗകര്യമുള്ളത്, സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ 1600-ലധികം ജയിൽ പുള്ളികൾ ഉണ്ട് എന്നുള്ളതാണ്. വിയ്യൂരിൽ 553 പേർക്കാണ് അനുമതിയുള്ളത്. നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് 1133 പേർ. അതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 948 പേർക്ക് അനുമതിയുണ്ട്, 1104 പേരെ പാർപ്പിച്ചിട്ടുണ്ട്. തവനൂർ സെൻട്രൽ ജയിലിൽ 704 പേരാണ് ഉള്ളത്, പക്ഷേ അനുമതിയുള്ളത് 568 പേർ മാത്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജയിൽവാസികൾ, അതായത് ഈ ജയിൽ പുള്ളികളെല്ലാം തന്നെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോൾ ഇവർക്ക് അസൗകര്യങ്ങളും ഉണ്ടാകും. ബാത്റൂമിന്റെ സംവിധാനം, അതുപോലെ തന്നെ മറ്റ് താമസിക്കുവാനുള്ളത്, മീൻസ് സെല്ലുൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ അപര്യാപ്തത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തടവുകാരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ പാറ്റേൺ ആണ് ഇപ്പോഴും നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വർധനവില്ല. 6 ജയിൽ പുള്ളികൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം 3 ഉദ്യോഗസ്ഥരാണ് 8 മണിക്കൂർ ഷിഫ്റ്റ് അനുസരിച്ച് ഒരു ജയിൽ പുള്ളിക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോഴും അതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഈ വാഹന സൗകര്യം ഉൾപ്പെടെ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ മറ്റ് കോടതിയിൽ കൊണ്ടുപോകാനോ ഒന്നും വാഹന സൗകര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഈ ജയിൽ പുള്ളികളുടെ എണ്ണത്തിനനുസരിച്ചില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു വിദഗ്ധ സമിതിയെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് പഠിക്കുവാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഇടയിൽ ഒരു ജയില് എന്നുള്ള ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും തന്നെ നിലവിൽ തീരുമാനമായില്ല, അല്ലെങ്കിൽ നടപടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ജയിലിൽ കഴിയുന്നവർ കുറ്റവാളികളാണ്, ശിക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ കരുത്ത ഒരു മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ ഉണ്ടായതെന്ന് തന്നെ പറയേണ്ടി വരും. താങ്ക് യു റിനു. ഇനിയും ജയിലിൽ സ്ഥലം കൂട്ടേണ്ടി വരും. ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് വരാനായിട്ട്.